നിങ്ങൾ പാർട്ടി അറിയുന്ന ചില അഭ്യാസവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ആ അഭ്യാസം പാതിയല്ല മുഴുവനും അറിയുന്ന ആളുകളാണ് ഈ തെങ്കരയിലും മണ്ണാർക്കാടുമുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ എന്ന നല്ല ബോധ്യം മുസ്ലിം ഉണ്ടായിക്കൊള്ളണം. നിങ്ങൾ ഈ പാതി അറിയുന്ന അഭ്യാസമായിട്ട് നട്ടപ്പാതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ മുഴുവൻ അറിയുന്ന അഭ്യാസം തിരിച്ചങ്ങ് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് അവശേഷിക്കില്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ആ പണിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ആവർത്തിച്ച് ഒരു മനുഷ്യന്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഒരു രാഷ്ട്രീയ മുന്നണിക്ക് സാധ്യമാകുന്നതിന്റെ പരമാവധി, നമ്മൾ ഈ നെല്ലിപ്പടി പറയല്ലോ, ഈ ക്ഷമയുടെ നെല്ലിപ്പടിയിലും വന്നു നിൽക്കുന്ന ഘട്ടത്തിലും ഈ അഭ്യാസ പ്രകടനവുമായി ലീഗ് ഇറങ്ങിയാൽ അതേ നാണയത്തിൽ തിരിച്ച് ഇടതുപക്ഷത്തിനും മറുപടി പറയേണ്ടതായി വരും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം നിങ്ങളുടെ അണികളെ ഈ തെറ്റായ പ്രവണതയിൽ നിന്നും തിരുത്തുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ നാടിനകത്ത് മണ്ണാർക്കാട് ചില ആളുകൾ, ചില ഉത്തരവാദിത്വപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, അവർ ഈ ദിവസങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമുണ്ട്. അവർ ഈ ദിവസങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം തെറ്റായ സമീപനാണ് എന്ന് ഞങ്ങളെക്കാൾ ബോധ്യമുള്ള ആളുകളായിരിക്കും മണ്ണാർക്കാട്ടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ. MP വിളിച്ചാൽ, MLA വിളിച്ചാൽ ആ നിർദ്ദേശത്തിനനുസരിച്ച് പക്ഷാപാതപരമായി പെരുമാറുക എന്ന കാഴ്ചപ്പാടോടുകൂടി ചില ആളുകൾ, മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും പ്രശ്നക്കാരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. മുഴുവൻ ആളുകളും തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ ചില ആളുകൾ അങ്ങേയറ്റം തെറ്റായി, ബയാസ്ഡായിട്ട് ചില സമീപനം സ്വീകരിക്കുന്നു. നിങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മണ്ണാർക്കാട് പോലീസുകാരോട് നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവണം. നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് നിങ്ങൾ നിലയുറപ്പിച്ചില്ലെങ്കിൽ, നിങ്ങൾ അനീതിയുടെ പക്ഷത്ത് ആവർത്തിച്ച് നിലയുറപ്പിച്ചാൽ സ്വാഭാവികമായും തെങ്കരയിലെ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച്, തെങ്കരയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അനീതി മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ രംഗത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ സ്വാഭാവികമായും ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഈ നാടിന്റെ ക്രമസമാധാന അന്തരീക്ഷമാകെ പ്രയാസത്തിലേക്കാകും എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു ദിശയിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും സമാധാനപരമായി ഈ നാടിനകത്ത് ജീവിക്കാൻ കഴിയണം. അതിനുള്ള അവസരം ഒരുക്കേണ്ടുന്ന ആളുകളാണ് ഇത് മണ്ണാർക്കാട്ടെ ഉത്തരവാദിത്വപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ. എന്നാൽ അവരിൽ ചില ആളുകൾ ബോധപൂർവം നാട്ടിലെ ക്രമസമാധാന നില തകർന്നുകൊള്ളട്ടെ, ബോധപൂർവം നാടിനകത്ത് അനാവശ്യ സംഘർഷങ്ങൾ രൂപപ്പെട്ടുകൊള്ളട്ടെ എന്നൊരു സമീപനം സ്വീകരിക്കുന്നത് അത് പൊതുവെ നമ്മുടെ നാട് മുൻകാലങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള ഒരു രീതിയല്ല. ആ രീതി തിരുത്തുന്നതിന് വേണ്ടിയും നാട്ടിൽ സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾക്ക് മണ്ണാർക്കാട്ടെ ഈ തെറ്റായ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ കേസെടുത്ത് പേടിപ്പിക്കുക, ഈ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും മുസ്ലിം ലീഗിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലുകൾക്ക് നൽകിക്കൊണ്ട് ആവശ്യമില്ലാത്ത ഇടപെടൽ നടത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാടിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാകെ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ചു പോകും എന്ന തെറ്റായ ധാരണ ഈ ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിൽ ആ ധാരണ കൂടി തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളണം. നിങ്ങൾ ക്രിമിനൽ കേസിൽ പെടുത്തിക്കൊണ്ട് 3-4 ഡിവൈഎഫ്ഐയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നാടിനകത്തെ ആകെ UDFന്റെ ഒരു സാധ്യത ഉറപ്പുവരുത്തി കളയാം എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാല് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്തുള്ള മുഴുവൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും